ശരിക്കും ഫാമിലിയിലൊക്കെ ആക്സെപ്റ്റൻസ് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം വൈഫ് ഒരു കൗണ്ട് അടിച്ച്, അതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നാണക്കേട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ദുബൈയിൽ എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ ദുബൈയിൽ എയർപോർട്ടിൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് ഫ്ലൈറ്റ് എപ്പോഴാണ് കയറുന്നതൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെൻ്റ് ആണല്ലോ ടിക്കറ്റൊക്കെ എടുക്കാറ്. ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, എടീ ഞാൻ 5:30 ആകുമ്പം കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങും. അപ്പോൾ ജാടയ്ക്ക് വെറുതെ പറഞ്ഞാണ്, നീ ഒരു കാരണവശാലും പത്രക്കാരോടൊന്നും ഇത് പറയരുത്, എനിക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അവൾ എന്നോട് പറയാ, അത് ശരിയാണ്, ഞാൻ ഒരിക്കലും പറയത്തില്ല. പത്രക്കാരനോട് പറഞ്ഞാൽ അവൻ പാൽക്കാരനോട് പറയും, ഇവന്മാർ രണ്ടുപേരും രാവിലെ പൈസയ്ക്ക് വീട്ടിൽ വരുന്നത്. അത് ധർമ്മബോധമുണ്ട്. ഞാൻ ഒരിക്കലും ഇത് പറയില്ലത്. ഈ പത്രക്കാരനോട് പറഞ്ഞാൽ പത്രക്കാരൻ പാൽക്കാരനോട് പറയും, ഇവർ രണ്ടുപേരും പൈസയ്ക്ക് രാവിലെ വീട്ടിൽ വരും. ഒരിക്കലും ഞാൻ പറയില്ല. ക്ലാസ് കൗണ്ടർ ഇവളിങ്ങനെ നല്ല തമാശ അടിക്കുന്നുണ്ട്. ഇതുപോലൊരു തമാശ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ മോൻ എൻ്റെ അടുത്തൊരു പരാതി പറയുകയാണ്. ഇവൻ ഏതോ കാർട്ടൂൺ ക്യാരക്ടർ കണ്ടിട്ട് നഖം വളർത്തിക്കൊണ്ട് നടക്കുക. ഇപ്പം നഖം വളർത്തിക്കൊണ്ടു രാത്രി ആകുമ്പോഴത്തേന് ഇവള് നെയിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കിടത്തി വിടും. കുറച്ച് വളർന്നു കഴിയുമ്പോൾ കട്ട് ചെയ്ത് വിടും. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, എന്താണ്? ഞാൻ ഉറങ്ങി കഴിയുമ്പം രാത്രി 2 മണിയാകുമ്പോൾ ആരോ പമ്മി വന്നിട്ട് എൻ്റെ നഖം മുറിച്ചുകൊണ്ട് കളയുന്നുണ്ട്. അപ്പോൾ വൈഫ് എടുത്തിരുന്നത് പറയടാ, ഈ രാത്രി 2 മണിയാകുമ്പം എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ പമ്മി വന്ന് മുറിച്ചോണ്ട് വന്ന് നിന്റെ നഖം തൊട്ട് ചന്ദനമരം വല്ലതാണ്. അപ്പൊ അത്യാവശ്യം ചില നർമ്മബോധങ്ങളുണ്ട്. ചില തമാശകളൊക്കെ അടിച്ചാൽ വിൽക്കാറുണ്ട്. അടിച്ചു മാറ്റി. ഇടയ്ക്ക് അടിച്ചു മാറ്റും. ശരിക്കും അനൂപിന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യം ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ചിരിച്ചില്ല തോറ്റുപോയില്ലേ ബ്രോ. പക്ഷെ ഈ പറയുന്ന സമയത്ത് അനൂപിന് ഇതിന്റെ റെസ്പോൺസ് കിട്ടാറില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഭയങ്കര ടാസ്ക് ആണ് ബ്രോ. അതാണ് ഈ തമാശ ജനിക്കുന്നത് പ്രേക്ഷകരിലാണ്. നമ്മളിപ്പോൾ ഒരു തമാശ സിനിമ ഉണ്ടാക്കിയിട്ട് ആ തമാശ തിയേറ്ററിൽ വരുമ്പോൾ ചിരിക്കുമ്പോഴാണല്ലോ ആ ഒരു എഴുത്തുകാരനും ആ സംവിധായകനും അതിലെ ആർട്ടിസ്റ്റും വിജയിക്കുന്നത്. ആ തമാശ വർക്കാവുന്നത് പ്രേക്ഷകർക്കിടയിലാണ്. അതൊരു വലിയ ഒരു പ്രോസസ്സാണ്. അത് എങ്ങനെയോ സംഭവിച്ചു പോകുന്നൊരു പരിപാടിയാണ്. നമ്മൾ സംസാരിക്കുന്നു, നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ കണ്ടിട്ട്, ഇപ്പോൾ രജനീഷിൻ്റെ ഏറ്റവും നല്ല ഇൻ്റർവ്യൂവിൽ പെട്ടതാണ് ശ്യാമപ്രസാദ് സാറിൻ്റെ. അത് കണ്ടിട്ട് പ്രേക്ഷകരിൽ നിന്ന് ചിരിക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി വർക്കായില്ലല്ലോ. സീരിയസ് ആയിട്ട് കണ്ടു എന്നുള്ളതാണ്. ആ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കമൻസ് ഒക്കെ വായിച്ചിട്ട് അങ്ങനെ ഒരു അപ്രീസിയേഷൻ ഉണ്ടായി എന്ന് പറയുന്ന ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. അത് ഉണ്ടാകുക എന്ന് പറയുന്ന ആ മൊമെന്റിൽ പ്രേക്ഷകർ അതിനെ ആ രീതിക്ക് ആ സെൻസിൽ ഏറ്റെടുക്കുമ്പോഴാണ് അതൊരു ഭാഗ്യമാണ്. അത് നമ്മുടെ ഭാഗ്യം നല്ലത് വേറൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയ ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ, അനൂപ് ആ സമയത്ത് വലിയൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ പറയുന്നതിന്റെ റെസ്പോൺസ് എന്നാൽ ചെരിപ്പിക്കാനുള്ള സാധനങ്ങളുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ചില ആക്ഷൻസ് ഒക്കെ അനൂപനെ ഇടുന്നുണ്ട്. അപ്പൊ അതെല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് കമന്റ്സ് വായിച്ചോ ഒക്കെ കിട്ടുള്ളൂ. ഞങ്ങൾ ചിരിക്കുന്നത് അനൂപ് കാണുന്നില്ലല്ലോ. അതെ. പക്ഷേ എന്നിരുന്നാലും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി പോകുന്നതാണ് ബ്രോ. ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഒരുത്തം പോലും എൻ്റെ തമാശകൾക്ക് ചിരിച്ചിട്ടില്ല. എൻ്റെ കൂട്ടുകാരെ നീയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, ഒരു തമ്മിൽ ചിരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ വന്ന് അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതിനുശേഷം നമ്മൾ വന്നു, അതിനുശേഷം നമ്മൾ വൺസ് ഇങ്ങനെ ആൾക്കാർ എടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രേക്ഷകരാണ് നമ്മളിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ ഒക്കെ ഗുണം അതാണ്. ആ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമാണ് നമ്മളിലേക്ക് വരുന്നത്. അവർക്കത് സന്തോഷമാക്കാൻ പറ്റുന്നുണ്ട്. വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഇത്രയും വർക്കായിട്ടില്ല അനൂപേട്ട. പിന്നെ എല്ലാവരും, എനിക്കറിയത്തില്ല, എല്ലാവരും സ്നേഹത്തോടുകൂടി തന്നെയാണ് ഒരു 99% കമൻസും വരുന്നത്. അത് അത്തരം പ്രേക്ഷകർ നമ്മളിലേക്ക് എത്തുന്നത് കൊണ്ട് മാത്രമാണ്. അവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അവർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് നമ്മുടെ ഭാഗ്യമായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതേപോലെ നിങ്ങളുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. 2-3 പേരുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന പേരുകളിൽ ഒന്നെന്ന് പറയാം, മൃണാൾ മങ്കട, തേങ്കിപ്പാലം സുഗു, പ്ലാച്ചിമട ഉദയകുമാർ. ശരിയാണ്, രസമുണ്ട് കേൾക്കുമ്പോൾ. അതാ കോമ്പിനേഷൻ്റെ ആണ്. പ്ലാച്ചിമട ഉദയകുമാർ, മൃണാൾ മങ്കട ഭയങ്കര ഹിറ്റായിരുന്നു. മൃണാൾ മങ്കട ഭയങ്കര ഹിറ്റ്. അത് മുകേഷ് ഏട്ടൻ കൊട്ടേഷൻ തന്ന് പ്രാങ്ക് ചെയ്തതാണ്. അദ്ദേഹത്തിന് അനന്തരവനുണ്ടല്ലോ നമ്മുടെ ദിവ്യദർശൻ. മൃണാൾ മങ്കട അത് നല്ല പേരായിരുന്നു. കുറേ പേരുകളുണ്ട് അങ്ങനെ. പേരൊക്കെ അപ്പോൾ വന്നിട്ട് മഞ്ഞപ്ര എന്തോ ഒരു പ്രിന്റോ മഞ്ഞപ്ര സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് വലിപ്പിക്കുമ്പോഴൊക്കെ ഇത് വരുന്ന നല്ല പേരുകളാണ് ഇതൊക്കെ തന്നെ. സ്പോണ്ടേനിറ്റി ഒരു നല്ല, ഇതിൻ്റെ ഒരു കോമഡിയുടെ എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ്. അപ്പം നിങ്ങൾ സൂക്ഷിക്കുന്ന ടൈമിങ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അതേ സമയത്ത് തന്നെ ഇത് തിരിഞ്ഞു മറിയണം.
അവിടെ കോമഡി അടിക്കാൻ വേണം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഒറിജിനൽ കാര്യമാണെന്നുള്ളത്. കാരണം അവിടെ നിന്ന് വിട്ടുപോകരുതല്ലോ. ഇത് സത്യമാണ്. കാരണം വെച്ചാൽ എന്നെ ഈ ഷംന കാസിമിന്റെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ എന്നെ പൊക്കി. കാരണം വെച്ചാൽ ഷംന കാസിമിന്റെ അടിയിൽ അത് അന്ന് ഫോസിലുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു ഫാസിലാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ അവിടെ 2 മുജീബിൻ രമ്യ എന്ന് പറയുന്ന 2 ദിനോസറിന്റെ ഫോസിലുകൾ ഇവരുടെ വീടിൻ്റെ അടിയിലുണ്ട്. പുതിയ വീട് പണിതേ ഉള്ളൂ ഷംന. അപ്പോൾ അത് പൊളിച്ചെടുത്തിട്ട് വേണം നമ്മുടെ സാധനം എടുക്കാൻ, പുരാവസ്തു ഗവേഷണ ഇത് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവള് പൊക്കി, ഷംന പൊക്കി. ഞാനന്ന് മനസ്സിലായി അത് പൊളിഞ്ഞ്. അപ്പം പിന്നെ എൻ്റെ ശബ്ദം എന്തൊക്കെയോ വർക്കായില്ല, സംഭവം പൊളിഞ്ഞ്. അപ്പോൾ ഇത് വിട്ട് കഴിഞ്ഞപ്പോൾ മനോരമയിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, മലയാള മനോരമയിൽ. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മൾ ബാലരമയുടെ രാജുവിൻ്റെ രാധയുടെയും കഥ വായിക്കുമ്പോൾ എല്ലാ കഥകളിലും മായാവിയെ കുപ്പിയിലാക്കുകയും മായാവി അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നത് കാണാൻ കൗതുകമാണ് നമ്മുടെ. എല്ലാ കഥകളിലും അറിയാം മായാവി കുപ്പിയിലാവും, പക്ഷെ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകും. അതുപോലെ ഞങ്ങൾ ഈ ഒരു ഷോ ഫോളോ ചെയ്യുന്നത് അനു അതിൽ നിന്ന് പൊക്കിയാൽ എങ്ങനെയാണ് വെളിയിൽ പോകുന്നത്. അത് ഇപ്രാവശ്യം പൊളിഞ്ഞു, പിന്നെ ശ്രദ്ധിക്കണം അതിൽ നിന്ന് എങ്ങനെ വിദഗ്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. അതൊരു ഒരു പാഠമായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ, അതും ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ശ്രദ്ധിച്ചു ഞാൻ, അത് ശരിയാണല്ലോ, അങ്ങനെയുണ്ടോ, അങ്ങനെയും കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. MG ശ്രീകുമാരേട്ടൻ്റെ ഒരു എപ്പിസോഡ് ഇതുപോലെ തന്നെ എന്നെ ട്രോളിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഈ അടുത്ത സമയത്ത് ഭീമൻ രഘുചേട്ടൻ്റെ ഒരു എപ്പിസോഡ്, പക്ഷെ അത് നല്ല എപ്പിസോഡ് വിജയിച്ച്. അങ്ങനെ ഈ ഭീമൻ രഘുചേട്ടൻ്റെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ടെന്ന്, ഇത് എന്നിട്ടും മനസ്സിലാവില്ലേ എന്നുള്ള ഒരു സാധനം ഇല്ലേ. ഈ കംഫർട്ട് സോണിലാണ് ബ്രോ. നമ്മളിപ്പം നമ്മൾ 2 റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു, നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ MD പറയുകയാണ്, രജനീഷ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കും ഒന്ന് സംസാരിക്കണമെന്ന് പറയാം. അയാൾ ദുബൈയിൽ എന്തോ ഒരു ആക്രിക്കട നടത്തുന്നതാണ്, എന്തോ സംശയം ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറയുകയാണ്. നിങ്ങളിനി എത്ര തിരക്കുണ്ടെങ്കിലും MD പറഞ്ഞ ആളല്ലേ പറയൂ. അപ്പോൾ പുള്ളി ആക്രിക്കടയെ കുറിച്ച് പറയും, നിങ്ങൾക്ക് യാതൊരു ബോധമില്ലാത്ത പരിപാടിയായിരിക്കും, പക്ഷെ നിങ്ങളത് സംസാരിക്കും. ആ മര്യാദ നിങ്ങൾ കാണിക്കുമല്ലോ, MDയോടുള്ള മര്യാദ കാണിക്കുമല്ലോ. പിന്നെ അവൻ അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താ നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണല്ലോ ഈ ഫ്രെയിമിൽ ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ നാക്ക് വെച്ചിട്ട് മാറാൻ കഴിയുന്ന ഒരു സാധനമുണ്ട്. ഒരു സാധനം അടിച്ച ഉടനെ തന്നെ അപ്പുറത്ത് പറഞ്ഞിട്ട് മാറി വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതാണ് എനിക്ക് തോന്നുന്നു അനൂപ് ഇപ്പോൾ യുണീക്കായി നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ നാക്കിന്റെ തലച്ചോറിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും പൊളിക്ക് ആ കോർഡിനേഷൻ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. പൊളിച്ച് മുന്നോട്ട് പോകും. വലിയ സന്തോഷം. നിങ്ങളിൽ നിന്നും എന്താ പറയാ, നിങ്ങളെ മികച്ച പല ഇന്റർവ്യൂവിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ മോശം ഇന്റർവ്യൂ ആയിരുന്നു. ജീവിതത്തിൽ എങ്ങനെ ബാധിക്കും നമ്മൾ കണ്ടറിയാം. തീർച്ചയായിട്ടും സന്തോഷമല്ല രജനീഷുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതെ, അനൂപിന്റെ സിനിമകളൊക്കെ അടിപൊളിയാവും. വരണം, അതിന്റെ ഒരു പണിയിലാണ്. വരാൻ പോകുന്ന സിനിമകളൊക്കെ തന്നെ ഈ കോമിക് സിനിമകളും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ത്രില്ലർ വരുന്നുണ്ട്, ഒരു ത്രില്ലർ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ 1-2 നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗം മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഓർക്കുക, കോമിക് റോളൊക്കെ ഉണ്ടെങ്കിൽ എന്നെയൊക്കെ ഉപയോഗിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാരിക്കേച്ചർ കാണാൻ കഴിഞ്ഞു. ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. കണ്ടതിൽ സന്തോഷം.